Reflex Tech Valley എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2.2 സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാ വീഡിയോൻ്റെയും താഴെയാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിലുകൾ പറയാതെ ഈ വീഡിയോൻ്റെ മുൻപ് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ചിലവർ അത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ ആംപ്ലിഫയറിൽ എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ വാട്ട്സ് എത്ര, ഇതിൻ്റെ വില വിവരങ്ങൾ എല്ലാവരും യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ ടൈറ്റിൽ ചെയ്തതിന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ടച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിലും കിട്ടും. അതായത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എത്ര വാട്ട്സ്, എന്താ വില വിവരങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, കമ്പോണൻസുകൾ, ഇതെല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടും. അതെല്ലാ വീഡിയോൻ്റെയും അവസാനം ഞാൻ പറയാറുണ്ട്, പക്ഷേ നിങ്ങളാരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത്. പിന്നെ ഒരു ചെറിയൊരു ബഡ്ജറ്റിൽ ഞാൻ ആംപ്ലിഫയർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരും കൊണ്ടുവന്ന് ഇത്തിരി ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയറിൻ്റെ വാട്ട്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് ചാനലിൽ വാട്ട്സ് കൂടുതൽ, അതുപോലെ തന്നെ സബ്വൂഫറിന് 400 വാട്ട്, 500 വാട്ട്, 1000 വാട്ട് എന്നൊക്കെ പറഞ്ഞാണ് ഓരോ കസ്റ്റമർ വരുന്നത്. അപ്പോൾ എനിക്ക് ചെറിയൊരു ആംപ്ലിഫയറൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയ രീതിയിൽ നമുക്കൊരു 10-20 താഴെ വരുന്ന ആംപ്ലിഫയറുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവർക്കും വാട്ട്സ് കൂടുതലാണ് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ എമൗണ്ട് കുറച്ച് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് ആയാലും ഒറിജിനൽ ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ ഒറിജിനൽ മോസ്ഫെറ്റും എന്നിവ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഏറ്റവും നല്ലൊരു നമുക്ക് എറണാകുളത്ത് കിട്ടാവുന്നതിലും ഇവിടെ കിട്ടാവുന്നതിലും ഏറ്റവും നല്ല വയറുകളും കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. ഇനി നമുക്ക് ആംപ്ലിഫയറിലേക്ക് നോക്കാം. ആംപ്ലിഫയറിൽ നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത് 2 സബ്ബും 2 ലെഫ്റ്റ് റൈറ്റ് ചാനലായിട്ടാണ്. അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനൽ സ്റ്റീരിയോ ആയിട്ടും സബ്വൂഫർ 2 സബ് ഔട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചാനലിന് വേണ്ടി നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർട്രിക്കിൻ്റെ 8 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. NJW03, 02, NJW02, 81. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സബ്വൂഫറിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യൂണിവേഴ്സലിൻ്റെ ബോർഡാണ്. അതിനകത്ത് 6 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും NJW സീരീസ് തന്നെയാണ്. NJW03, 02, അതുപോലെ തന്നെ NJW02, 81. ഇതാണ് സബ്വൂഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് സബ്വൂഫറിൻ്റെ ഒരു പ്രീ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സബ്വൂഫർ ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മഹാരാജയുടെ ഒരു സബ്വൂഫർ ഫിൽറ്ററാണ് ഉപയോഗിച്ചിരുന്നത്. നല്ല ഹെവി ആയിട്ട് ഒരു പഞ്ച് കിട്ടുന്ന മഹാരാജയുടെ ഒരു സബ്വൂഫർ ഫിൽറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ BT ബോർഡാണ്. അതായത് ബേസും ട്രെബിളും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു BT ബോർഡ്. അത് നമ്മൾ യൂണിവേഴ്സലിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുൻപ് നമ്മുടെ 2.1 എല്ലാത്തിലും അതാണ് ഉപയോഗിക്കാറുള്ളത്. നല്ല രീതിയിലുള്ളൊരു IC ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ വളരെയധികം ക്വാളിറ്റിയാണ്. എല്ലാ ഡീറ്റെയിലുകളും നമുക്ക് ലഭിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസും ട്രെബിളിന് വേണ്ടി മാത്രമായി ഇറക്കിയിരിക്കുന്ന ഒരു IC ആണ്. അതുകൊണ്ട് അത്ര ഹൈ ക്വാളിറ്റിയാണ്. നമ്മൾ സാധാരണ ട്രെബിളൊക്കെ ഒരു ചീറി പോകുന്ന ഒരു ഇതുണ്ട്. ഇതിനകത്ത് അതല്ല, നല്ല ക്ലിയർ ആയിട്ട്, നല്ല ക്ലിയർ ആയിട്ട് കിട്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ BT ബോർഡ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പവർട്രിക്കിൻ്റെ ഒരു 2.2 ആയിട്ടുള്ളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറും ഇതുപോലെ തന്നെ, അതായത് ടൊറോയിഡൽ ട്രാൻസ്ഫോമറും നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വൈൻഡ് ചെയ്ത് തരുന്നതാണ്. റെഡിമെയ്ഡായിട്ട് മേടിക്കുന്നതല്ല, നമ്മുടെ വോൾട്ടേജുകൾക്ക് അനുസരിച്ച് വൈൻഡ് ചെയ്തെടുക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ സപ്ലൈ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ PCBയിൽ ചെയ്തെടുത്ത പവർ സപ്ലൈ ബോർഡാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ പവർ സപ്ലൈ ബോർഡിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റിയിൽ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നോൺ കോപ്പി റൈറ്റ് ആയിട്ടുള്ള യൂട്യൂബ് തരുന്ന സോങ്സ് ആണ് നമുക്ക് ഇടാൻ സാധിക്കുള്ളൂ. ഫിലിം സോങ്സ് ഇടാൻ സാധിക്കില്ല. കാരണം ഫിലിം സോങ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് അത്രയും ഭാഗം പിന്നീട് കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ വീഡിയോ ടോട്ടലായിട്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് ഫിലിം സോങ്സുകൾ ഇടാത്തത്. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഷോർട്സിൽ ഞാൻ ഇടാറുണ്ട്, ഫിലിം സോങ്സ് വെച്ചിട്ട് ഇടാറുണ്ട്. ഒരു 10-15 സെക്കൻഡോളം വരുന്നത്. ഏകദേശം ആ ഫിലിമിൻ്റെ മലയാളം, തമിഴ്, ഹിന്ദിയൊക്കെ ആയിട്ട് ഞാൻ ഇടാറുണ്ട്. അത് പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ഇന്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഫ്രണ്ട് പാനലൊക്കെ തന്നെയാണ്. അതായത് ഇത് മാറ്റ് അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഗ്ലോസി ടൈപ്പിൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസം കൊണ്ട് കുറച്ച് ഡാർക്ക്, ഇത് ചെറിയൊരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോയിൽ വരുമ്പോൾ ചിലപ്പോൾ ഇതൊരു ആഷ് കളറായിട്ട് തോന്നും. ഇതും ബ്ലാക്കാണ്, ഇത് ഗ്ലാസ് ടൈപ്പ് ബ്ലാക്ക് ആണെന്ന് മാത്രം വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ഒരു മാസ്റ്റർ ഓളിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ മാസ്റ്റർ ഓളിയത്തിൽ നമ്മൾ 2 സബ്ബും
രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം ഒരേ സമയത്ത് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ വോളിയം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമ്മളൊരു പവർ ഓൺ സ്വിച്ച് എൽക്കോണിൻ്റെ കൊടുത്തിരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ VU മീറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GTECHൻ്റെ ഒരു VU മീറ്റർ LED ടൈപ്പ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ടൈപ്പിലുള്ളൊരു കളറുകളാണ്, ഗ്രീൻ വന്നിട്ടുണ്ട്, യെല്ലോ, റെഡ്. ഇങ്ങനത്തെ ഒരു VU മീറ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നതിൻ്റെ ബേസ്, ട്രെബിള്, വോളിയം, 2 ചാനൽ വോളിയം ഇതൊക്കെ കൂടിയിട്ടാണ്. ഇതിൽ വന്നിരിക്കുന്നത് ട്രെബിളും ബേസ്. ഈ ട്രെബിളും ബേസും വന്നിരിക്കുന്നത് ഈ 2 ചാനലിലേക്കും വേണ്ടി മാത്രമാണ്. സബ് വൂഫറിലേക്ക് അത് ആഡ് ആവില്ല. സാധാരണ വരുന്നത് ചിലവരൊക്കെ സബ് വൂഫറും കൂടിയും ആഡ് ചെയ്യാൻ വേണ്ടി ബേസ് ഉപയോഗിക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ 2 ചാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ബേസ് ട്രെബിൾ മാത്രമാണ്. അത് രണ്ടും മാത്രമാണ് ഇതിനകത്ത് ഫീൽ ചെയ്യുള്ളൂ, സബ് വൂഫറിൽ വരില്ല. പിന്നെ കൊടുത്തിരുന്നത് സബ് വൂഫറിൻ്റെ വോളിയം നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ വെക്കാം. ഇത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം. അങ്ങനെയാണ് വോളിയം, സബ്, ബേസ്, ട്രെബിൾ. അടുത്ത ഈ USB പാനലിൽ ചെറിയൊരു ഡിസ്പ്ലേ, നമുക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തത്. അത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നത്. പിന്നെ USB കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ്. ഇത് സെലക്ടറാണ്. ഇതിൽ ഓക്സ് 1, 2 നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ USBയും ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇതും അങ്ങനെ 3 ഇൻപുട്ടാണ്. ഓക്സ് 1, ഓക്സ് 2, USB. അങ്ങനെ 3 ഇൻപുട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലോഗോ കൊടുത്തിരിക്കുന്നത് റിഫ്ലെക്സ്. ഇത്രയൊക്കെയാണ് അതിൻ്റെ മുൻവശം വരുന്നത്. പിന്നെ അതിൻ്റെ ചെറിയൊരു റിമോട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ USB പാനലിൽ നമ്മൾ ഈ റിമോട്ട് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഇത് പല ഷേപ്പിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് നാളെ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും നമുക്കിത് ഏത് കടകളിലും മേടിക്കാൻ കിട്ടും, നിസ്സാര വിലയുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്ലാക്ക് കളറിൽ കുറച്ച് വലിപ്പമുള്ള സൈസ്, അങ്ങനെ പല മോഡലുകളുണ്ട്. ഫംഗ്ഷനൊക്കെ തന്നെ ഒരേപോലെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് USB പാനൽ നമ്മൾ മാക്സിമം ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. നമ്മൾ സിമ്പിളായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. കാരണം GTECHൻ്റെ ക്യാബിൻ വരുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഈ ഭാഗത്ത് RCA 6RC ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 2 ഓക്സിലറി ഇൻപുട്ടാണ്. അതിൻ്റെ ലെഫ്റ്റും റൈറ്റാണ് ഈ റെഡും വൈറ്റും കാണുന്നത്. പിന്നെ ബ്ലാക്കിൽ കാണുന്ന നമ്മൾ ആൻറ്റിന ഔട്ടായിട്ടാണ്. അതായത് ആൻറ്റിന നമ്മൾ ഇതുമെന്ന് കുറച്ച് വയർ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു ആൻറ്റിനയുടെ ഔട്ട് കൂടി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്ന ഒരു AC കോഡാണ്. അതിൻ്റെ 3 പിൻ കോഡും ഉണ്ട്, 2 പിൻ കോഡും ഉണ്ട്. നമ്മൾ ഇത്തിരി ഹെവി ആംപ്ലിഫയറുകൾക്ക് 3 പിൻ കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എറണാകുളത്ത് നമ്മൾ പറഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്യിപ്പിക്കുന്ന കേബിളാണ്. അതിനനുസരിച്ച് നീളം കൂടുതലുണ്ട്, ഗേജും കൂടുതലാണ്. റെഡിമെയ്ഡ് മേടിക്കുന്നതല്ല. പിന്നെ വരുന്നത് ഇത് 2 ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഔട്ടാണ്. ലെഫ്റ്റും റൈറ്റ് ചാനൽ ഔട്ടാണ്. പിന്നുള്ളത് 2 സബ് ഔട്ട്. അതായത് സബ് ഔട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബനാന സോക്കറ്റിലാണ്. അതിൻ്റെ പ്ലസ് മൈനസ് ഇതാണ് 2 സബിലേക്കുള്ള ഔട്ട് വരുന്നത്. പിന്നെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. എൽക്കോണിൻ്റെ ഒരു ഫ്യൂസാണ് AC കോഡിൻ്റെ ഔട്ട്. ഇത്രയാണ് പുറകുവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. നമ്മളെല്ലാ ആംപ്ലിഫയറിലേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലായിട്ടാണ് പവർ സപ്ലൈ ചെയ്തത്. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് പവർ സപ്ലൈ ചെയ്യാറുള്ളത്. ഇതിലും അതുപോലെ തന്നെയാണ് കുറേ നോയ്സുകളൊക്കെ കുറയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചെയ്യുന്നത്. ഇത് ടൊറോയിഡിൽ എടുത്തിരിക്കുന്നത്. ഇതിൽ 2-3 ടൈപ്പിൽ നമ്മൾ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന AC സപ്ലൈ സബ്വൂഫറിന് വേണ്ടി 40-0-40, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് 25-0-25, മറ്റുള്ള വോൾട്ടേജുകൾ 12. അങ്ങനെയൊക്കെ ആയിട്ട് സ്പീക്കർ പ്രൊട്ടക്ഷനായിട്ട് സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന സബ്വൂഫർ ഇതിനകത്ത് DC വോൾട്ട് വന്നിരിക്കുന്നത് 55-0-55, ഇത് 35-0-35 അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ റിഫ്ലെക്സിന് നമ്മൾ പല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ ഏകദേശം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വോൾട്ടേജുകളൊക്കെ വേരിയേഷൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പവർ സപ്ലൈ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ വന്നിരിക്കും മെയിനായിട്ട് 10,000-ൻ്റെ 63 വോൾട്ട് നമ്മൾ സബ്ബിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നു. 50 വോൾട്ട് 10,000-ൻ്റെ 2 കപ്പാസിറ്റർ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി. പിന്നെ ബേസ് ട്രെബിളിനുള്ള ഡ്യുവൽ സപ്ലൈ, സിംഗിൾ സപ്ലൈ ഇത് വന്നിരിക്കുന്നു. ഫാനിന് വേണ്ടിയിട്ടുള്ള 12 വോൾട്ട് എടുത്തിരിക്കുന്നു. അടുത്തായിട്ട് വന്നിരിക്കുന്ന ഇതിനകത്ത് നമ്മൾ BT ബോർഡാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. യൂണിവേഴ്സലിൻ്റെ BT ബോർഡാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബേസും ട്രെബിളാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് മഹാരാജയുടെ ഒരു സബ് പ്രീ വേറെ ഉപയോഗിച്ച് സബ്വൂഫർ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നത്. വോളിയം, സബിൻ്റെ വോളിയം, ബേസ്, ട്രെബിൾ ഇത്രയാണ് ഇതിനകത്ത് കൺട്രോളുകൾ ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നത് നമ്മൾ NJW സീരീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ചാനലിൽ 4 ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പവർട്രിക്കിൻ്റെ ബോർഡാണ് നമ്മൾ ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 4 ഓംസിലൊക്കെ 200 വാട്ട് അടുത്ത് നമുക്ക് ലഭിക്കും. ഇത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പവർട്രിക്കാണ്. 8 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള NJW സീരീസ്. അടുത്തായിട്ട് യൂണിവേഴ്സലിൻ്റെ ഒരു സബ് ആംപ്ലിഫയർ ആണ്. ഇത് 2 സബിൻ്റെ ആംപ്ലിഫയറാണ്. നമ്മൾ ഒന്നിച്ച് ഹീറ്റ് സിങ്ക് ഒരേപോലെ സ്ക്രൂ ചെയ്തു എന്ന് മാത്രം. ഇതിൽ നിന്ന് നമുക്ക് 300 വാട്ട് RMS ആണ് ലഭിക്കുന്നത്. അങ്ങനെ 300 + 300 അങ്ങനെ 2 സബിന് വേണ്ടിയിട്ട് 600 വാട്ടോളം നമുക്ക് ലഭിക്കും. ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് പവർട്രിക്കിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. വലിയ 2 റീലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിനും ചെറിയ 2 റീലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ലെഫ്റ്റ് റൈറ്റ് ചാനലിനും പവർട്രിക്കിൻ്റെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല രീതിയിലുള്ള ഷീൽഡ് വയറും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഓക്സിലറി ഇൻപുട്ട് എന്ന് വന്നിരിക്കുന്നത് ഷീൽഡ് വയർ കവർ ചെയ്താണ് ഈ ഭാഗത്തേക്കൊക്കെ വന്നിരിക്കുന്നത്. പവർ സപ്ലൈയിൽ നല്ല ഗേജുള്ള 1 സ്ക്വയറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഔട്ടുകളെല്ലാം 0.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് ബനാന സോക്കറ്റാണ്, 2 സബ്, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി സ്പീക്കർ ഔട്ട് വേറെ, AC കോഡാണ് പിന്നെ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശവും മെയിൻ ബോർഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്
പാനാസോണിക്കിൻ്റെ 2 3-വേ ബോക്സ് ആണ്, അതായത് ഊഫർ മിഡ് റേഞ്ച് ട്യൂട്ടർ ആയിട്ടുള്ള 2 3-വേ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് കടയിൽ സ്ഥിരം ഉപയോഗിക്കാറുള്ള 12 ഇഞ്ച് സോണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സബ് ഊഫറാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. 2 സബ് ഔട്ട് ഉണ്ട്, ഒരു സബ്ബാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ചാനലും സബ് ഊഫർ ഒരെണ്ണം. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ലെഫ്റ്റ് റൈറ്റ് ചാനൽ മാത്രമാണ് കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഇൻറ്റീരിയലൊക്കെ കണ്ടെങ്കിൽ ഓഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം വെച്ചാൽ ചില സമയത്തൊക്കെ ഓഡിയോ നന്നാവും, ചില സമയത്തൊക്കെ മോശമാവും. കാരണം നമ്മൾ മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ DSLR ക്യാമറയിലൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില സമയങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ, പുറത്തുനിന്ന് ശബ്ദങ്ങളും മറ്റൊക്കെ വരും. അതിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിച്ചാൽ മതി. ചില സമയത്തൊക്കെ ഞാൻ കോൾ എടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി വരാറുണ്ട്. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ കടയിൽ കസ്റ്റമർ ഉണ്ടാവും, അതുപോലെ തന്നെ പുറത്ത് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകേണ്ടായിരിക്കും. ആ സമയത്തൊക്കെയാണ് എടുക്കാത്തത്.
കിട്ടാത്തത്, അതുകൊണ്ട് നിങ്ങളിന്ന് ക്ഷമിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ആംപ്ലിഫയറിനെ കുറിച്ച്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.